സുഹൃത്തുക്കളെ നമസ്കാരം. ട്രേഡേഴ്സ് അരീനയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ആദ്യമായിട്ടാണ് ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും വീഡിയോയുടെ താഴെ രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കുക. നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കുള്ള മറുപടിയും അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കിക്കൊണ്ട് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റയിലേക്ക് കിടക്കാം. US മാർക്കറ്റ് ഇപ്പോൾ ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുവിധം ഒരു സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ബെയറിഷ് ആയിരുന്നു മാർക്കറ്റ്. ഇന്നലെ ഇന്നും കൂടി ആയിട്ട് ഏകദേശം ന്യൂട്രൽ എന്ന ഒരു അവസ്ഥയിലേക്ക് US മാർക്കറ്റ് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് യൂറോപ്യൻ മാർക്കറ്റും ഇന്നലെയും ഇന്നും ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിന്റെ ഓവറോൾ സെന്റിമെന്റ്സ് ഒരു സൈഡ് വേസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്നതാണ്. ഏഷ്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ എല്ലാ ഇൻഡെക്സുകളും ഇന്ന് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി 19,291 ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. 68 പോയിന്റ് ഗ്രീനിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. ആകെ ഷങ്കായ് കമ്പോസിറ്റ് മാത്രമാണ് ഒരു 13 പോയിന്റ് റെഡിലുള്ളത്. ബാക്കിയെല്ലാം തന്നെ ഗ്രീനിലാണ്. ഓവറോൾ സെന്റിമെന്റ്സ് ഇപ്പോഴും ന്യൂട്രൽ അല്ലെങ്കിൽ ബെയറിഷ് ആണ്. നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റി ഇന്ന് 131 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 111 പോയിന്റിന്റെ അഥവാ 0.58% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,120 നിന്നും 13 പോയിന്റ് മാത്രം പ്രോഫിറ്റോട് കൂടി അല്ലെങ്കിൽ ലാഭത്തോടു കൂടി 19,133 നിഫ്റ്റി ഇന്ന് അവസാനിച്ചത്. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ 442 പോയിന്റിന്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് രാവിലെ കിട്ടിയത്. അപ് ഡൗൺ 387 പോയിന്റിന്റെ അഥവാ 0.6% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് നമുക്ക് കിട്ടിയത്. 64,033 ഇന്ന് ഓപ്പണായ 64,033 നിന്നും 48 പോയിന്റ് ലാഭത്തോടു കൂടി 64,080 സെൻസെക്സ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ഇന്ത്യ വിക്സ് അഥവാ വൊളാറ്റിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് 8.05%, 8% ഇന്ന് വൊളാറ്റിലിറ്റി കുറയാണ് ചെയ്തത്. 12ന്റെ മുകളിൽ എത്തിയിരുന്ന ഇന്ത്യ വിക്സ് ഇന്ന് 11.08 അവസാനിച്ചിരിക്കുന്നത്. ബാങ്ക് നിഫ്റ്റി ഇന്ന് 318 പോയിന്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 475 പോയിന്റിന്റെ അഥവാ 1.1% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 43,018 നിന്നും 2 പോയിന്റ് നഷ്ടത്തിൽ 43,017 മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. 43,000 മുകളിൽ തന്നെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഫിൻ നിഫ്റ്റി ഇന്ന് 133 ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. 205 പോയിന്റിന്റെ അഥവാ 1.06% ഇൻട്രാഡേ മൂവ്മെന്റ് ആണ് ഇന്ന് കിട്ടിയത്. ഇന്ന് ഓപ്പണായ 19,277 നിന്നും 6 പോയിന്റ് നഷ്ടത്തിൽ 19,271 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് $80.91 ആയിട്ടുണ്ട്. ഇന്നലെ $83 ഉണ്ടായിരുന്നത് കുറയാണ് ചെയ്തിട്ടുള്ളത്. ഗോൾഡ് റേറ്റ് ഇന്നലെ $1,985 ഉണ്ടായത് $1,983.66 കുറഞ്ഞിട്ടുണ്ട്. USD INR ഇന്നലെ $1 ഇന്നലെ 83 രൂപ 29 പൈസയായിരുന്നു വിനിമയ നിരക്ക് ഉണ്ടായിരുന്നത്. ഇന്ന് അത് കുറഞ്ഞിട്ട് 83 രൂപ 25 പൈസയായി മാറിയിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് 7,857 കോടിയുടെ ബൈയിങ്ങും 9,118 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,261 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിൽ 7,012 കോടിയുടെ ബൈയിങ്ങും 5,632 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 1,380 കോടിയുടെ നെറ്റ് ബൈയിങ് ആണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 118 കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നിക്ഷേപം എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 5 ദിവസവും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നെറ്റ് സെല്ലേഴ്സ് തന്നെയാണ്. അവർ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ത്യയിൽ നിന്നും നിക്ഷേപം പിൻവലിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. ഇനി ഓരോ സെക്ടറുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി ഇന്ന് 2.52% പ്രോഫിറ്റ് ഉണ്ടാക്കി. എല്ലാ ഇൻഡെക്സുകളും ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിരിക്കുന്നത്. ETF നോക്കുകയാണെങ്കിൽ ITBs ഇന്ന് 1.34% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി. ഫാർമ ബീസ് 0.93, എല്ലാ ഗോൾഡ് ബീസ്, ഓട്ടോ ബീസ് എല്ലാം തന്നെ ഇന്ന് ഗ്രീനിലാണ് അവസാനിച്ചിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ REC ലിമിറ്റഡ് ഇന്ന് 6.77% ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ 1.03% ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. REC ലിമിറ്റഡ്, PFC, ചോല ഫിനാൻസ്, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ബ്രിട്ടാനിയ, വേദാന്ത ലിമിറ്റഡ്, ഹിന്ദാൽകോ, ശ്രീറാം ഫിനാൻസ്, ബാങ്ക് ഓഫ് ബറോഡ, എംഫസിസ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഇത്രയും സ്റ്റോക്കുകൾ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തിയപ്പോൾ ഹീറോ മോട്ടോർ കോർപ്പറേഷൻ, ടെക് മഹീന്ദ്ര, ബജാജ് ഓട്ടോ, AU ബാങ്ക്, ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ്,
ട്രെൻഡ്, ഓറോഫാർമ, HDFC ലൈഫ്, ONGC, അദാനി എന്റർപ്രൈസസ്, ഡിവിസ് ലാബ്, SBI കാർഡ്സ് ഇത്രയും സ്റ്റോക്കുകൾ ഹയസ്റ്റ് ലോസും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി NSEയിൽ ഓവറോൾ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1496 സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിൽ അവസാനിച്ചപ്പോൾ 636 സ്റ്റോക്കുകൾ ഇന്ന് നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത്. നിഫ്റ്റിയുടെ PCR ഇന്നും ഒരു സൈഡ് വൈസ് അല്ലെങ്കിൽ ന്യൂട്രൽ എന്നൊരവസ്ഥയിൽ 0.89 തുടരുകയാണ്. 19,133 സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് 116 പോയിന്റ് മുകളിലായിട്ട് 19,249 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഫ്യൂച്ചറിന്റെ പ്രൈസ് 5 ദിവസത്തേക്കാളും മുകളിലായിട്ട് ആണ് നിൽക്കുന്നത്. സോ മാർക്കറ്റ് ഒരു ബുള്ളിഷ് മൂവ്മെന്റ് തരുന്നുണ്ട് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ PCR നമ്മളോട് പറയുന്നത് സൈഡ് വൈസ് മാർക്കറ്റ് ആണ് എന്നാണ്. ബാങ്ക് നിഫ്റ്റിയുടെ PCR നോക്കുകയാണെങ്കിൽ ഇത് ന്യൂട്രൽ തന്നെയാണ്. 0.86 ആണ് വന്നിരിക്കുന്നത്. 43,017 ഇന്ന് സ്പോട്ട് പ്രൈസ് അവസാനിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് 304 പോയിന്റ് മുകളിലായിട്ട് 43,321 ഫ്യൂച്ചറിന്റെ ട്രേഡിംഗ് നടക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു സൈഡ് വൈസ് ആയിട്ടാണ് ഫ്യൂച്ചറിന്റെ പ്രൈസ് ഉള്ളത്. കാരണം 5 ദിവസം ഹൈയും കട്ട് ചെയ്തിട്ടില്ല, ലോയും കട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് അത് ഒരു സൈഡ് വൈസ് ആയിട്ട് തന്നെ നമുക്ക് കണക്കൂട്ടാം. എന്തായാലും PCR നമ്മളോട് പറയുന്നത് സൈഡ് വൈസ് മാർക്കറ്റ് ആണ് എന്ന് തന്നെയാണ്. നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഇന്ന് എക്സ്പയറി ആയതാണ്. അതുകൊണ്ട് ഈ ആഴ്ചത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. സോ നമുക്കൊരു റെസിസ്റ്റൻസ് ആയിട്ട് വരാൻ പോകുന്നത് 19,200 ആണ്. 43 ലക്ഷം കോളാണ് ഇവിടെ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അതേസമയത്ത് സപ്പോർട്ടായിട്ട് വരാൻ പോകുന്നത് ഒരു പക്ഷേ 19,100 ആയിരിക്കും. ഇവിടെ 38 ലക്ഷം പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ നോക്കാം. ഓൾ ടുഗദർ നോക്കുകയാണെങ്കിൽ 2,08,00,000 കോളും 1,63,00,000 പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.8 ആണ് PCR വരുന്നത്. 19,133 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ബാങ്ക് നിഫ്റ്റിയുടെ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കറന്റ് സ്പോട്ട് പ്രൈസിൽ തന്നെയാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് കിടക്കുന്നത്. 43,000 എന്ന സ്ട്രൈക്കിലാണ് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. ഇവിടെ 24 ലക്ഷം കോളും 22 ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു ഈസി ആയിട്ട് മുകളിലോട്ടോ താഴോട്ടോ പോകാൻ സാധ്യതയുണ്ട്. ഇൻ കേസ് അത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ 43,500 ആണ് ഇതിന് ശേഷം ഒരു റെസിസ്റ്റൻസ് പോയിന്റ് ഉള്ളത്. ഇനി ഒരു സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 42,500 ഉള്ളത്. 43,000 നിന്നും മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു എന്നതിനനുസരിച്ച് താഴെയോ മുകളിലോ ഓപ്പൺ ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ആവാൻ സാധ്യതയുണ്ട്. 1,16,00,000 കോളും 99 ലക്ഷം പുട്ടുമാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത്. 0.9 ആണ് PCR വരുന്നത്. 43,017 മാർക്കറ്റ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ ഫ്രൈഡേ നവംബർ 3 ടൈറ്റൻ കമ്പനി, ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ്, ഇന്റർഗ്ലോബ്, സൊമാറ്റോ, MRF, യൂക്കോ ബാങ്ക്, ആദിത്യ ബിർള ഇൻഡസ്ട്രീസ്, JSW ഇൻഫ്രാസ്ട്രക്ചർ, തെർമാക്സ്, എസ്കോട്ട്സ്, ഗുജറാത്ത് ഫ്ലോറോ കെമിക്കൽസ്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, സുന്ദരം ഫാസ്റ്റനേഴ്സ്, Bayer Crop Science, Whirlpool of India, Bharat Dynamics, Crompton Greaves, IDFC Limited, EIH Limited, Godfrey Phillips India Limited, Chambal Fertilizers and Chemicals, Aegis Logistics, Godrej Agrovet, Usha Martin, Procter and Gamble Health, Godavari Power and Ispat Limited, JM Financial Limited, Prism Johnson Electronics Mart India, Reliance Infrastructure, Indigo Paints, Kirloskar Ferros Industries, Shipping Corporation of India, JK Paper, Gabriel India, Orient Electric, Patel Engineering, WPIL, ജയസ്വാൾ, നിക്കോ ഇൻഡസ്ട്രീസ്, ഇങ്ങനെ ഒരുപാട് കമ്പനികളുണ്ട് കേട്ടോ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട കമ്പനികൾ തന്നെയാണ്. അപ്പോൾ നാളെയും ഈ ആഴ്ച മൊത്തത്തിൽ നല്ല രീതിയിൽ ഒരു സംഭവ ബഹുലമായ ഒരാഴ്ച തന്നെയാണ്. നോക്കാം ഇനി അടുത്ത വ്യാഴാഴ്ച വരുന്ന കോർപ്പറേറ്റ് ആക്ഷൻസ് ഏതൊക്കെയാണെന്ന്. അടുത്ത വ്യാഴാഴ്ച ഗോദ്രേജ് കൺസ്യൂമർ പ്രൊഡക്ട്സിന്റെ ഡിവിഡൻഡ് വരുന്നുണ്ട് 5 രൂപ പെർ ഷെയർ. HP അദേസീവ്സ് അവരുടെ സ്റ്റോക്ക് സ്പ്ലിറ്റ് ആവണം. ഒരു സ്റ്റോക്കിന് 5 ആയിട്ടാണ് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നത്. നിപ്പോൺ ഇന്ത്യ ലൈഫ് അസറ്റ് മാനേജ്മെന്റ് 5 രൂപ 50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് കൊടുക്കുന്നതും അടുത്ത വ്യാഴാഴ്ചയാണ്. നാളെ വെള്ളിയാഴ്ച വരാനുള്ള മേജർ ഈവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ China Casing Services PMI, German Trade Balance, UK S&P Global, CIPS UK Composite PMI, UK S&P Global, CIPS UK Services PMI, EU Employment Rate, US Average Hourly Earnings, US Non-Farm Payrolls, US Baker Hughes Oil Rig Count, US Baker Hughes
ടോട്ടൽ റിഗ് കൗണ്ട്. ഇത്രയും ഇവന്റുകളാണ് നാളെ വരാനുള്ളത്. ഇനി ഞങ്ങളുടെ പേപ്പർ ട്രേഡിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് 2 നവംബർ വ്യാഴാഴ്ച ഇന്ന് ഞങ്ങൾ 27,883 രൂപയുടെ ഒരു പ്രോഫിറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പെർസെൻറ്റേജിൽ പറയുകയാണ് 4.65% ഒരു ലാഭമാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. നിഫ്റ്റിയിൽ ഞങ്ങൾ 1 lakh ക്യാപിറ്റൽ വെച്ച് 1.9% പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 4.5% എടുത്തിട്ടുണ്ട്. ഫിൻ നിഫ്റ്റിയിൽ 3.9%, മിഡ് ക്യാപ്പിൽ 1.3%, സെൻസെക്സിൽ 8%, അതേപോലെ സ്റ്റോക്ക് ഓപ്ഷനിൽ 8.1%. സെൻസെക്സ് ഇന്ന് നല്ല മൂവ്മെന്റ് കൊടുത്ത ഒരു ദിവസമായിരുന്നു. ഓവറോൾ ഈ മാസം നോക്കുകയാണെങ്കിൽ 3.59% പ്രോഫിറ്റ് ആണുള്ളത്. 39 ട്രേഡുകളാണ് ഇന്ന് വരെ എടുത്ത് 2 ദിവസം കൊണ്ട് എടുത്തത്. ഏകദേശം 1:1.82 എന്ന ഒരു റിസ്ക് റിവാർഡ് റേഷ്യോ അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദെൻ നിഫ്റ്റി ഇപ്പോൾ 2.6% പ്രോഫിറ്റിലാണ്. ബാങ്ക് നിഫ്റ്റി 3.3% പ്രോഫിറ്റിലാണ്. ഫിൻ നിഫ്റ്റി എന്താ പറയുക ഒരു ബ്രേക്ക് ഈവനായി നിൽക്കുകയാണ്. 26 രൂപ മാത്രം ലോസാണ്. നിഫ്റ്റി മിഡ് ക്യാപ്പിൽ 1% ലോസാണ്. സെൻസെക്സ് 5.4% പ്രോഫിറ്റിലാണ്. സ്റ്റോക്ക് ഓപ്ഷൻസ് 11% പ്രോഫിറ്റിലാണ്. അപ്പോൾ എന്തായാലും ഈ മാസം തുടക്കം കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ഇന്നലെ ലോസ് ആയിരുന്നെങ്കിൽ കൂടി ഇന്ന് അതെല്ലാം തന്നെ കവറപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. റാസ് ലെവൽസ് മാർക്കറ്റിൽ എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നോക്കുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ താഴോട്ടുള്ള മൂവ്മെന്റ് നന്നായിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. നമ്മൾ ഏകദേശം ഇത്രയും നല്ല രീതിയിൽ താഴോട്ട് വരും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ ഓപ്പണിങ് കറക്റ്റ് ആയിരുന്നു. പിന്നീട് യെസ്റ്റർഡേ ഹൈ, അതായത് ആ ഹൈ ടച്ച് ചെയ്തപ്പോൾ പിന്നെ പുള്ളിക്കാരൻ അധികം താഴോട്ട് പോകാൻ വലിയ മനസ്സൊന്നും തോന്നിയില്ല. അവിടുന്ന് ഒരു വി ഷേപ്പ് റിക്കവറി അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ആ രീതിയിലുള്ള ഒരു തിരിച്ചു കയറ്റം തന്നെയാണ് കാഴ്ചവെച്ചത്. ഇന്ന് ഓപ്പൺ ചെയ്തതിനേക്കാളും മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ദെൻ നിഫ്റ്റിയുടെ റാസ് ലെവൽസിന് എത്രത്തോളം റെസ്പെക്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ആവറേജ് രീതിയിലാണ് ഇന്ന് അത് കവറപ്പ് ചെയ്ത് പോയിട്ടുള്ളത്. അധികം വലിയ മൂവ്മെന്റ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ദെൻ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയത് തന്നെ ഔട്ട് ഓഫ് റേഞ്ച് ആണ്. ഔട്ട് ഓഫ് റേഞ്ച് ഓപ്പൺ ആയിട്ട് നമ്മുടെ റേഞ്ചിനകത്തേക്ക് വന്നു. ദെൻ അവിടെ നല്ല മൂവ്മെന്റ് ഇന്ന് ബാങ്ക് നിഫ്റ്റി കൊടുത്തിട്ടുണ്ട്. അഡീഷണൽ ലെവൽസ് വരച്ചിരുന്നു. ദെൻ ഫിൻ നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഫിൻ നിഫ്റ്റിയിൽ ഇന്ന് വളരെ ആക്യുറേറ്റ് ആയിട്ട് ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും ഇന്ന് ഡേ ഹൈ വരും എന്ന് പ്രതീക്ഷിച്ചതിൻ്റെ മുകളിൽ ഓപ്പൺ ആയി. ദെൻ സ്ട്രൈറ്റ് R3 പോയിട്ട് പിന്നെ യെസ്റ്റർഡേ ഹൈയിൽ വന്ന് സപ്പോർട്ട് എടുത്തു. R2 പോയിട്ട് അവസാനിക്കുകയാണ് ചെയ്തത്. മിഡ് ക്യാപ്പ് ആണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇന്ന് കാര്യമായിട്ട് മൂവ്മെന്റ് ഒന്നും കിട്ടിയില്ല. പക്ഷെ നല്ല ട്രേഡുകൾ കിട്ടിയിരുന്നു കേട്ടോ. അതിനകത്ത് കുഴപ്പമില്ലാത്ത ട്രേഡുകൾ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് കൊടുത്തത്. ഒറ്റ ലെവലിലാണ് ഈ ട്രേഡ് പോയത്. കണ്ടില്ലേ ഈ ഒരു റാസിന്റെ 2 ലൈൻസ് തമ്മിലുള്ള ഡിഫറൻസിന്റെ ഇടയിൽ. ഇനി സെൻസെക്സ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ഹെവി മൂവ്മെന്റ് ആയിരുന്നു. നിഫ്റ്റിയുടെ അതേ ഒരു ഡിറ്റോ രീതിയിലാണ് മൂവ് ചെയ്തത്. വളരെ നല്ല ട്രേഡുകൾ എല്ലാവർക്കും അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഓവറോൾ നമുക്ക് നിഫ്റ്റിയുടെ ഒരു ട്രെൻഡ് പാറ്റേൺ അല്ലെങ്കിൽ ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഞാൻ പറഞ്ഞതുപോലെ RSIയെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് 50 കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് സൈഡ് വൈസ് പോവുകയാണ്. ഇവിടുന്ന് കുറേ ദിവസം ഞാനിത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ ഓർ സെക്കൻഡ് ഡേയിൽ ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 27-നോ 28-നോ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ കുറേ അപ്പ് ഡൗൺ ആയിട്ട് ഇങ്ങനെ പോയിട്ട് ഒന്നുകിൽ ഫർദർ നല്ലൊരു ഫോൾ വരും, അല്ലെങ്കിൽ അവിടുന്ന് അതായത് RSI 50 എത്തുമ്പോൾ ഇവിടുന്ന് ഒന്നുകിൽ മുകളിലോട്ട് കയറിപ്പോവും, അല്ലെങ്കിൽ അത് താഴോട്ട് ഇറങ്ങിപ്പോവും. രണ്ടിലേതെങ്കിലും ഒന്ന്. അതുവരെയും ഈ മാർക്കറ്റ് ഇങ്ങനെ സൈഡ് വൈസ് പോയിക്കൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നലെയും ഇന്നും ഒരേ രീതിയിലുള്ള 2 ഡോജിയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഹിസ്റ്ററിയിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഡോജി കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നോക്കുക. ഗ്രീൻ ആണെങ്കിൽ കൂടിയും നല്ല ഗ്യാപ്പിൽ 2 കുരിശ് ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. സോ ഫർദർ അതായത് ഒരു ഡോജി എന്ന് പറയുന്നത് ആൾക്കാരുടെ തീരുമാനം, ഒരു കൂട്ടർക്കും കൃത്യമായ ഒരു തീരുമാനം ഇല്ലാത്തത് കൊണ്ടാണ് ഡോജി വരുന്നത്. ഞാൻ കുറേ വാങ്ങിച്ചു, ഒരാൾ കുറേ വിറ്റു. ഞാൻ കുറേ വാങ്ങിച്ചപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നിയത് വിറ്റേക്കാന്ന്. നേരത്തെ വിറ്റ ആളിന് കുറേ കഴിയുമ്പോൾ തോന്നി അയാൾക്ക് വാങ്ങിച്ചേക്കാന്ന്. അങ്ങനെ ഈ മാർക്കറ്റിനെ മുകളിലോട്ടും താഴോട്ടും വലിച്ചൊന്നും ഇല്ലാതെ നിർത്തുന്നതാണ് ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഈ ഒരു അവസ്ഥ. അപ്പോൾ ഇന്നും അത് തന്നെയാണ്. ബാങ്ക് നിഫ്റ്റിയിൽ സത്യത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കൺഫ്യൂസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായ ഒരു ധാരണയില്ല എന്ന് തന്നെ വേണം കരുതാൻ വേണ്ടിയിട്ട്. ഇനി ഫിൻ നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ ഡിറ്റോ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ജസ്റ്റ് ഒരു വലിയൊരു കുരിശ് കൊണ്ടെന്ന് അവിടെ നാട്ടി വെച്ചിട്ടുണ്ട്. അതെന്തെങ്കിലും ഒരു തീരുമാനമാവട്ടെ. ഇനി മിഡ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഇന്ന് ചെറിയ രീതിയിലൊരു അപ്പ് മൂവ്മെന്റ്, അതായത് ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ഇന്ന് തന്നിട്ടുണ്ട്. ചെറിയ രീതിയിലൊന്ന് മുകളിലോട്ട് കയറിയിട്ടുണ്ട്. നാളെ തിരിച്ചിറങ്ങുമോ എന്നുള്ള കാര്യം ഉറപ്പ് പറയാൻ പറ്റില്ല. എന്തായാലും നോ ട്രേഡ് സോണിലേക്കാണ്, അത് മന്ത്ലി ലെവലിലുള്ള നോ ട്രേഡ് സോണിലേക്കാണ് ഇപ്പോൾ മിഡ് ക്യാപ്പ് കയറിപ്പോകുന്നത്.
വരും ദിവസങ്ങളിൽ നമുക്ക് നോക്കാം. ഇനി സെൻസെക്സിലാണെങ്കിൽ സെൻസെക്സിൽ ഇന്ന് നിഫ്റ്റിയുടെ അതേ രീതിയിൽ സെൻസെക്സ് ഇനി കുറച്ച് ദിവസങ്ങളിൽ സൈഡ് വൈസ് പോകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുമാനം. അതായത് 1-ാം തീയതി നവംബർ 1-ന് വന്ന വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ ചോദ്യങ്ങളും സംശയങ്ങൾക്കുള്ള മറുപടി എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ വീഡിയോ 1071 പേരാണ് കണ്ടിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് കമൻറ്റ് ചോദിച്ചു ആബിദ് മാതമംഗലം, ഇന്നത്തെ വ്യാഴം കൂട്ടലുകൾ കറക്റ്റ് ആയിരുന്നു, സ്റ്റോപ്പ് ലോസ് അടിച്ചു പോയി, എന്നാലും പ്രോഫിറ്റ് കിട്ടി, അത് ബ്രോക്കറും കൊണ്ടുപോയി. നിഫ്റ്റി 50 നിഫ്റ്റി 50 19.050 PE/6 സെല്ല് 16. ഓക്കെ, എന്തായാലും ഇതിന് ഇന്ന് കിട്ടിയ പ്രോഫിറ്റ് ബ്രോക്കർ കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അൻസാർ എഞ്ചക്കുടി, ഒരു ട്രേഡറിന് വേണ്ടത് ക്ഷമയാണ്, പിന്നെ പ്രോഫിറ്റ് കിട്ടിയാൽ അധികം സന്തോഷം വേണ്ട, ലോസ് വന്നാൽ സങ്കടവും വേണ്ട. ഇവ ട്രേഡിങ്ങിൻ്റെ ഭാഗമാണ്. തീർച്ചയായിട്ടും വളരെ കറക്റ്റായിട്ടുള്ള ഒരു മെസ്സേജാണ് അൻസാർ എഞ്ചക്കുടി പറഞ്ഞിരിക്കുന്നത്. ആബിദ് മാതമംഗലം വീണ്ടും നിഫ്റ്റി 50യുടെയും സെൻസെക്സും ഒരുപോലെ ആണല്ലോ എല്ലാ ദിവസവും മൂവിങ്. എൻ്റെ കമൻറ്റ് വിശദീകരിച്ച് മറുപടി നൽകി അതിന് ഒരുപാട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു ആബിദ്. കേട്ടിരിക്കാം കഥകൾ. ഇന്നലെ എനിക്ക് 8% പ്രോഫിറ്റ് നേടാൻ സാധിച്ചു. RTG താങ്കൾക്ക് നന്ദി. റാസ് ലെവൽസിനെ കുറിച്ചുള്ള വീഡിയോ അത്രത്തോളം മനസ്സിലാകുന്നില്ല, എനിക്ക് ശരിയായി അപ്ലൈ ചെയ്യാൻ കഴിയുന്നില്ല. സൗകര്യം പോലെ ഒന്നും കൂടി വിശദീകരിച്ചാൽ നന്നായിരിക്കും. തീർച്ചയായിട്ടും ചെയ്യാം, മറ്റൊരു വീഡിയോ ചെയ്യാം. വെരി വെരി ഗുഡ്. ഇതാരാ പറഞ്ഞത്? ഗ്രാൻഡ് കൊച്ചിൻ പറഞ്ഞത് വെരി വെരി ഗുഡ്. ക്ഷമയുണ്ടെങ്കിൽ മാർക്കറ്റ് ക്യാഷ് തരും. തീർച്ചയായിട്ടും. സജീബ്, താങ്ക് യു വെരി മച്ച്. ബൈ 8682 2 വീക്സ് തുടർച്ചയായി ലാഭം എടുക്കുന്ന ഞാൻ സന്തോഷ കണ്ണീര് കൊണ്ട് വിളയാടുകയാണ്. റഷീദ് ഭായ്, ഇതെന്താണ്? ഇത് നെഗറ്റീവ് സെൻറ്റൻസ് ആണോ പോസിറ്റീവ് ആണോ എന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും താങ്ക് യു. അരുൺ പറഞ്ഞിരുന്നത് IOCയുടെ ഡിവിഡൻഡ് എമൗണ്ട് അനൗൺസ് ചെയ്തോ? ഇതുവരെയും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. വിജയകുമാർ, സൂപ്പർ, താങ്ക് യു വെരി മച്ച്. നിഷാദ് പട്ടേപ്പടം, നെക്സ്റ്റ് ഡേ നിഫ്റ്റി 18,880 എത്താം. നോക്കാം നമുക്ക്. എന്തായാലും നാളത്തെ മാർക്കറ്റ് ഇതാ അരുൺ വീണ്ടും പറഞ്ഞ നാളത്തെ മാർക്കറ്റ് US ഫെഡിനെ ഡിപ്പെൻഡ് ചെയ്യില്ലേ? തീർച്ചയായിട്ടും. ദെൻ ഫംലിൻ അസോസിയേറ്റ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, വെരി ഗുഡ്, താങ്ക് യു വെരി മച്ച്. അബ്ദുൾ റക്കീഖ്, താങ്ക് യു. സജിത് തമ്പുരു, MCX ആൻഡ് ശക്തി പമ്പ് പ്രോഫിറ്റ് കിട്ടി, താങ്ക് യു, അടിപൊളി. ശ്രീകാന്ത് KM, അവൻറ്റൽ ലിമിറ്റഡ് ലോങ് ടേമിലേക്ക് എടുക്കാൻ നല്ലതാണോ? ഈ സ്റ്റോക്ക് ഞാൻ ഫോളോ ചെയ്യുന്നില്ല, ഏതെങ്കിലും കാരണവശാൽ എനിക്ക് നോക്കാൻ സാധിച്ചാൽ ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ആബിദ് മാതമംഗലം, താങ്ക് യു. നൗഫു 291, ശൂന്യ ബ്രോക്കർ ചാർജ് ഇല്ല, അതെടുക്കൂ. ശൂന്യ ബ്രോക്കർ ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പിന്നീട് ഒരു ഇടക്കാലത്ത് അതൊരു 8ന്റെ പണി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അവരുടെ സെർവർ ക്രാഷായി, മൊത്തം ഡാറ്റയൊക്കെ പോയി, മൊത്തം പ്രശ്നമായിരുന്നു. ഇപ്പം അതൊരുവിധം നോർമലായി വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ എന്തൊക്കെയോ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കാൻ തന്നെ വേണം. ജയചന്ദ്രൻ 4029 ചോദിച്ചിരിക്കുന്നു, സാറിന് പനിയാണോ എന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാം. എൻ്റെ കാര്യമാണ്, എന്നെ റഷീദ് എന്ന് വിളിക്കുക പ്ലീസ്. ഓക്കെ, എനിക്ക് പനിയല്ല, ചുമയും സൗണ്ട് ജലദോഷമൊക്കെയാണ്, അപ്പോൾ സൗണ്ട് പോയിരിക്കുകയാണ്. തിങ്കർ പ്രോ, താങ്ക് യു വെരി മച്ച്. എന്തായാലും ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എന്താ പറയുക, അറിയാനുള്ള കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ഇവയ്ക്ക് ഇവിടെ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അത് ഈ വീഡിയോയിൽ, അടുത്ത വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓരോരുത്തരും പറയുന്ന കമൻറ്റുകൾ ഞാൻ ടെക്സ്റ്റ് രൂപത്തിൽ അതിന് മറുപടി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുൻപെയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനുശേഷം വരുന്ന അതേ പ്രയോറിറ്റിയിൽ തന്നെ ഈ വീഡിയോയിലും നിങ്ങളുടെ കമൻറ്റുകൾ ഉൾപ്പെടുത്തുന്നത്. കാരണം നിങ്ങളാണ് ഈ ചാനലിനെ ഓരോ കാര്യങ്ങളും ഇന്നത് വേണം, അതിൽ കണ്ടന്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണം എന്ന് പറഞ്ഞു തന്നത് നിങ്ങളാണ്. ഓരോരുത്തരും ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇതിനകത്ത് കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് എത്രത്തോളം എഫേർട്ട് എടുക്കണം എന്നുള്ളത് എൻ്റെ സൈഡിൽ നിന്നുള്ളത്, ഞാൻ അതിന് തയ്യാറാണ്. എത്ര റിസ്ക് എടുത്ത്, എത്ര ബുദ്ധിമുട്ടില്ല, എത്ര മെനക്കെട്ടിട്ടായാലും ഒരാൾ ആവശ്യപ്പെടുന്ന സ്ഥിരമായിട്ട് അപ്ഡേറ്റ്സ്, മാർക്കറ്റിലെ ട്രേഡേഴ്സിന് ഉപകാരപ്പെടുന്ന ഒരു ഡാറ്റ ഒരാൾ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യാം. ഇപ്പം എൻ്റെ മുന്നിലുള്ള ടാസ്ക് BSEയിൽ ഇതിൻ്റെ സെൻസെക്സിൻ്റെ ഓപ്ഷൻ ചെയിൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഒക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ കുറേയും കൂടെ നല്ലതായിരുന്നു. അതിനായിട്ടാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നാളത്തേക്കുള്ളത്. നാളെ വെള്ളിയാഴ്ചയാണ്, ഈ ആഴ്ചത്തെ അവസാനത്തെ ട്രേഡിംഗ് ഡേ. അപ്പോൾ ലൈവ് മാർക്കറ്റ് ലൈവായി കാണാം. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയിൽ നാളെ കണ്ടുമുട്ടാം. താങ്ക് യു വെരി മച്ച്.